കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ പുതുപ്പള്ളി എന്ന പേര് കേൾക്കുമ്പോൾ ആദ്യം തെളിയുന്നത് ഉമ്മൻചാണ്ടി എന്ന ജനനായകന്റെ മുഖമാണ്. 5 പതിറ്റാണ്ടിലേറെക്കാലം പുതുപ്പള്ളിയെ നെഞ്ചേറ്റിയ നേതാവിന്റെ വിയോഗത്തിന് ശേഷം നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് കേവലം ഒരു വോട്ട് പിടുത്തം മാത്രമല്ല, മറിച്ച് ഒരു ജനത തങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞൂഞ്ഞിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാനുള്ള വേദി കൂടിയാണ്. ഈ സാഹചര്യത്തിലാണ് UDF സ്ഥാനാർത്ഥിയായി എത്തുന്ന ചാണ്ടി ഉമ്മൻ പരമ്പരാഗതമായ പ്രചാരണ രീതികളിൽ നിന്നും മാറി നടന്ന് പുതിയൊരു രാഷ്ട്രീയ സംസ്കാരത്തിന് തുടക്കമിടുന്നത്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ഉടൻ തന്നെ മണ്ഡലം മുഴുവൻ ഫ്ലെക്സ് ബോർഡുകളും ബാനറുകളും കൊണ്ട് നിറയുന്നത് നാം കണ്ടുവരുന്ന കാഴ്ചയാണ്. ലക്ഷക്കണക്കിന് രൂപയാണ് ഓരോ മുന്നണിയും ഇത്തരം പ്രചാരണ ബോർഡുകൾക്കായി ചെലവഴിക്കുന്നത്. എന്നാൽ ചാണ്ടി ഉമ്മൻ ഇതിനെതിരെ കൃത്യമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. ജനങ്ങൾക്ക് എന്നെ അറിയാം, വെറുതെ ഫ്ലെക്സും ബാനറുകളും സ്ഥാപിച്ച് ദൂർത്ത് നടത്തേണ്ട കാര്യമില്ലെന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന കേവലം ഒരു വാക്കല്ല, മറിച്ച് സാമ്പത്തിക അച്ചടക്കത്തിന്റെയും ജനകീയതയുടെയും അടയാളമാണ്. പ്രചാരണത്തിനായി ചെലവഴിക്കുന്ന തുക വെറുതെ നശിപ്പിച്ചു കളയാതെ അത് മണ്ഡലത്തിലെ ഏറ്റവും സാധാരണക്കാരായ വീടില്ലാത്ത പാവപ്പെട്ടവർക്ക് വേണ്ടി ഉപയോഗിക്കാനാണ് ചാണ്ടി ഉമ്മന്റെ തീരുമാനം. ഫ്ലെക്സിനും വലിയ തോരണങ്ങൾക്കും പകരം മണ്ഡലത്തിൽ ലളിതമായ രീതിയിൽ കൈപ്പത്തി ചിഹ്നം പതിപ്പിക്കുക എന്നതിലേക്കാണ് UDF പ്രചാരണം ചുരുങ്ങുന്നത്. ഇത് പരിസ്ഥിതി സൗഹൃദമായ ഒരു തിരഞ്ഞെടുപ്പ് രീതിക്ക് കൂടി വഴി തുറക്കുന്നു. ഉമ്മൻചാണ്ടിയുടെ സ്മരണാർത്ഥം രൂപീകരിച്ച ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ വഴിയാണ് ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. തിരഞ്ഞെടുപ്പ് ഫണ്ടിൽ നിന്ന് ലഭിക്കുന്ന തുക കൂടി ഈ ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങൾക്കായി നീക്കിവെക്കും. പുതുപ്പള്ളി മണ്ഡലത്തെ ഭവനരഹിതരില്ലാത്ത ഒരു മാതൃകാ മണ്ഡലമാക്കി മാറ്റുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. നമുക്ക് ഈ ഇലക്ഷൻ ചില പരിമിതികളുണ്ട്. ആ പരിമിതികൾ നമ്മുടെ യുദ്ധ സാഹചര്യം, അതുപോലെ തന്നെ നമ്മുടെ ആൾക്കാർ എന്താ പറയുക, നമ്മൾ ഭവനരഹിതരില്ലാത്തൊരു പുതുപ്പള്ളി. ഞാൻ കഴിഞ്ഞ 2 വർഷക്കാലം 25ഓളം വീടുകൾ ചെയ്തു. ഇനി 100 വീട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. 50ഓളം വീട് ചെയ്തു. 50ഓളം വീട് ചെയ്തു. 25 വീട് നമ്മളിപ്പോൾ തറക്കിട്ടുണ്ട് 100 വീട് ഉള്ള ലക്ഷ്യത്തിലേക്ക്. അതുകൊണ്ട് നമുക്ക് വലിയൊരു ആഗ്രഹമാണ് ഭവനരഹിതരില്ലാത്ത പുതുപ്പള്ളി. അതിലേക്കുള്ള ഒരു കാൽവെപ്പാണ്. അധികം ചെലവ് നടത്താൻ പാടില്ല എന്നുള്ളത്. അപ്പം പാർട്ടിയുടെ ചിഹ്നം നമ്മൾ പ്രിന്റ് ചെയ്യും. പേഴ്സണിനെക്കാട്ടി വലുത് പാർട്ടിയാണ്. പാർട്ടി ബിഫോർ പേഴ്സൺ എന്നുള്ള നമ്മുടെ ഒബ്ജക്റ്റീവ്. ഈ പദ്ധതിയുടെ കണക്കുകൾ നോക്കിയാൽ ഇത് കേവലം ഒരു തിരഞ്ഞെടുപ്പ് വാഗ്ദാനമല്ലെന്ന് വ്യക്തമാകും. ആദ്യഘട്ടം നേരത്തെ പ്രഖ്യാപിച്ച 50 വീടുകളിൽ 47 എണ്ണം ഇതിനോടകം പൂർത്തിയായി കഴിഞ്ഞു. ഇത് ചാണ്ടി ഉമ്മന്റെയും സംഘത്തിന്റെയും പ്രവർത്തനക്ഷമതയാണ് സൂചിപ്പിക്കുന്നത്. രണ്ടാം ഘട്ടം പുതുതായി 25 വീടുകൾ കൂടി നിർമ്മിക്കാനുള്ള തറക്കല്ലിടൽ കർമ്മം ഇതിനോടകം പൂർത്തിയായി. പുതുപ്പള്ളി, വാകത്താനം, അയർക്കുന്ന്, മണർകാട്, പാമ്പാടി എന്നീ 5 പഞ്ചായത്തുകളിലെ അർഹരായ കുടുംബങ്ങളെയാണ് ഇതിനായി തിരഞ്ഞെടുത്തത്. രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ പാവപ്പെട്ടവർക്ക് തണലേകുക എന്ന ഉമ്മൻചാണ്ടിയുടെ ശൈലി തന്നെയാണ് ഇവിടെയും പിന്തുടരുന്നത്. വലിയ മൈക്ക് അനൗൺസ്മെന്റുകളും റോഡ് ഷോകളും നടത്തുന്നതിനേക്കാൾ ഉപരിയായി ഓരോ വീട്ടിലും നേരിട്ടെത്തി വോട്ടർമാരെ കാണാനാണ് ചാണ്ടി ഉമ്മൻ താല്പര്യപ്പെടുന്നത്. മാസങ്ങൾക്ക് മുൻപേ തന്നെ മണ്ഡലത്തിൽ സജീവമായ അദ്ദേഹം ഉമ്മൻചാണ്ടി തുടങ്ങി വെച്ച വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നു. ഓരോ വോട്ടറെയും പേരെടുത്ത് വിളിക്കാനും അവരുടെ പരാതികൾ കേൾക്കാനും അദ്ദേഹം സമയം കണ്ടെത്തുന്നു. ഇത് വോട്ടർമാരും സ്ഥാനാർത്ഥിയും തമ്മിലുള്ള വൈകാരിക ബന്ധം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. മണ്ഡലത്തിലെ ഫ്ലെക്സുകൾ ഒഴിവാക്കുമ്പോഴും സൈബർ ഇടങ്ങളിൽ ചാണ്ടി ഉമ്മന്റെ സാന്നിധ്യം ശക്തമാണ്. സോഷ്യൽ മീഡിയ വഴി കോൺഗ്രസ് പ്രവർത്തകർ ചാണ്ടിയുടെ പ്രവർത്തനങ്ങളും വീഡിയോകളും വൻതോതിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. യുവാക്കൾക്കിടയിൽ സ്വാധീനം ചെലുത്താൻ ഇത്തരം ഡിജിറ്റൽ ക്യാമ്പയിനുകൾക്ക് സാധിക്കും. ഫ്ലെക്സുകൾ വഴി ഉണ്ടാകുന്ന പരിസ്ഥിതി മലിനീകരണവും പണച്ചെലവും ഒഴിവാക്കി പകരം ഡിജിറ്റൽ ലോകത്തെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്നത് ആധുനിക രാഷ്ട്രീയത്തിന്റെ ലക്ഷണമാണ്. CPM-ലെ മുതിർന്ന നേതാവായ KM രാധാകൃഷ്ണനാണ് LDF സ്ഥാനാർത്ഥിയായി രംഗത്തുള്ളത്. മണ്ഡലത്തിലെ വികസന മുരടിപ്പും സർക്കാരിന്റെ നേട്ടങ്ങളും ഉയർത്തിക്കാട്ടിയാണ് LDF പ്രചാരണം നയിക്കുന്നത്. എന്നാൽ ചാണ്ടി ഉമ്മന്റെ കാരുണ്യ പ്രവർത്തനങ്ങളിൽ ഊന്നിയുള്ള ഈ നീക്കം രാഷ്ട്രീയ എതിരാളികളെ പോലും ചിന്തിപ്പിക്കുന്നതാണ്. രാഷ്ട്രീയ ആരോപണങ്ങൾക്കും പ്രത്യാരോപണങ്ങൾക്കും പകരം ജനസേവനം എന്ന മുദ്രാവാക്യം വോട്ടർമാരെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. തിരഞ്ഞെടുപ്പ് എന്നത് അധികാരം പിടിക്കാനുള്ള ഒരു കളി മാത്രമല്ല, മറിച്ച് ജനസേവനത്തിനുള്ള ഒരു അവസരമാണെന്ന് തെളിയിക്കുകയാണ് ചാണ്ടി ഉമ്മൻ. ഫ്ലെക്സ് ബോർഡുകളിൽ ചിരിക്കുന്ന മുഖങ്ങളെക്കാൾ പണി തീർത്ത വീടിന്റെ ഉമ്മറത്ത് ചിരിക്കുന്ന പാവപ്പെട്ടവന്റെ മുഖമാണ് തനിക്ക് വലുതെന്നും അദ്ദേഹം പ്രവർത്തനങ്ങളിലൂടെ കാട്ടിത്തരുന്നു. പുതുപ്പള്ളിയിലെ ഈ തിരഞ്ഞെടുപ്പും കേരള രാഷ്ട്രീയത്തിൽ ഒരു വലിയ ചർച്ചയ്ക്ക് തുടക്കമിട്ടു. രാഷ്ട്രീയ പ്രചാരണങ്ങളിലെ ദൂർത്തൊഴിവാക്കി അങ്ങ് സാമൂഹ്യ സേവനത്തിനായി ഉപയോഗിക്കുന്ന ഈ മാതൃക മറ്റു മണ്ഡലങ്ങളിലേക്കും വ്യാപിപ്പിക്കുമോ എന്നാണ് നാം ഉറ്റുനോക്കുന്നത്. പുതുപ്പള്ളിയുടെ ഹൃദയം അറിഞ്ഞ ചാണ്ടി ഉമ്മന്റെ ഈ കാരുണ്യ തന്ത്രം വോട്ടെണ്ണുമ്പോൾ എന്ത് ഫലം ഉണ്ടാക്കുമെന്ന് ലോകം കാത്തിരിക്കുന്നു. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ ചാണ്ടി ഉമ്മൻ സ്വീകരിച്ചിരിക്കുന്ന ഈ വേറിട്ട പ്രചാരണ ശൈലി വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് ഫലത്തെയും കേരള രാഷ്ട്രീയത്തിന്റെ പൊതുവായ പ്രചരണ രീതികളെയും സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട്. ഫ്ലെക്സുകൾക്കും ബാനറുകൾക്കുമായി ചെലവാക്കുന്ന തുക പാവപ്പെട്ടവർക്ക് വീട് വെച്ച് നൽകാൻ ഉപയോഗിക്കുമെന്ന പ്രഖ്യാപനം വോട്ടർമാർക്കിടയിൽ, പ്രത്യേകിച്ചും നിഷ്പക്ഷമതികൾക്കിടയിൽ വലിയൊരു ചലനമുണ്ടാക്കും. രാഷ്ട്രീയ ദൂരത്തിനെതിരെ ജനങ്ങൾക്കിടയിലുള്ള അമർഷത്തെ അനുകൂലമാക്കി മാറ്റാൻ ചാണ്ടി ഉമ്മൻ ഇതിലൂടെ സാധിക്കും. ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക ശൈലിയുടെ തുടർച്ചയായി ഇതിനെ വോട്ടർമാർ കാണാൻ സാധ്യതയുണ്ട്. വെറുമൊരു രാഷ്ട്രീയ പോരാട്ടത്തിനപ്പുറം ഇതൊരു സാമൂഹിക
പൊതുസേവന പദ്ധതിയായി മാറുമ്പോൾ എതിർപക്ഷത്തിന്റെ രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് മൂർച്ച കുറയും. ഭവനരഹിതരില്ലാത്ത പുതുപ്പള്ളി എന്ന ലക്ഷ്യം മണ്ഡലത്തിലെ താഴെത്തട്ടിലുള്ള വോട്ടർമാരെ ചാണ്ടിയുമ്മനോട് കൂടുതൽ അടുപ്പിക്കും. സോഷ്യൽ മീഡിയയുടെ കാലത്ത് വലിയ ഫ്ലെക്സുകളുടെ പ്രസക്തി കുറയുകയാണെന്ന് ഈ നീക്കം തെളിയിക്കുന്നു. ഭാവിയിൽ മറ്റു മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾക്കും ഇത്തരം മാതൃകകൾ പിന്തുടരേണ്ടി വരും. ഇത് തിരഞ്ഞെടുപ്പ് ചെലവ് കുറയ്ക്കാനും പരിസ്ഥിതി സൗഹൃദമായ പ്രചാരണത്തിനും വഴിതെളിക്കും. ചുരുക്കത്തിൽ രാഷ്ട്രീയത്തെ സേവനവുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്ന ഈ പുതുപ്പള്ളി മോഡൽ വോട്ടെണ്ണുമ്പോൾ UDF-ന് വലിയൊരു മേൽക്കൈ നൽകാൻ സഹായിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ.